കേരളത്തിൽ നിന്നും ലോക ബിസിനസ് സാമ്രാജ്യത്തിലേക്കുള്ള യാത്ര. വെൽക്കം ടു 5 More Stories. MA യൂസഫ് അലി ഒരിടത്തും ആമുഖം ആവശ്യമില്ലാത്ത മലയാളി. രാഷ്ട്രപതി മുതൽ സാധാരണക്കാരൻ വരെ ഈ പേര് പരിചിതം. തൃശൂർ നാട്ടിക മുസ്ലിയാം വീട്ടിൽ അബ്ദുൽ ഖാദറിന്റെയും സെഫിയുടെയും മകനായി 1955 നവംബർ 15 അദ്ദേഹത്തിന്റെ ജനനം. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നാണ് ലുലു ഗ്രൂപ്പ്. ഇതിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമാണ് MA യൂസഫ് അലി. തൃശൂരിൽ ജനിച്ച യൂസഫ് അലി കഠിനാധ്വാനത്തിലൂടെയാണ് ബിസിനസ് വിജയത്തിന്റെ കൊടുമുടികൾ താണ്ടിയത്. മൂല്യങ്ങളാണ് ബിസിനസ് വിജയത്തിന്റെ അടിത്തറ എന്ന് വിശ്വസിക്കുന്ന കച്ചവടക്കാരൻ എന്ന വിളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് MA യൂസഫ് അലി. 2005 പ്രവാസി ഭാരതീയ സമ്മാൻ അദ്ദേഹത്തിന് ലഭിച്ചു. 2008 രാജ്യം പത്മശ്രീ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. തന്റെ 18ാമത്തെ വയസ്സിൽ 1973 ഡിസംബർ 26 ദുംറ എന്ന കപ്പലിൽ ദുബായിലേക്ക് ആദ്യ യാത്ര നടത്തിയ യൂസഫ് അലി ഡിസംബർ 31 ദുബായ് റാഷിദ് പോർട്ടിൽ കപ്പലിറങ്ങി. പൊള്ളുന്ന പകൽച്ചൂടും വിറയ്ക്കുന്ന തണുപ്പും അതിജീവിച്ച് ദുബായിൽ ജീവിതം ആരംഭിച്ച യൂസഫ് അലി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സാധനങ്ങൾ ഗൾഫിലെത്തിച്ച് കച്ചവടം നടത്തി ലാഭം പങ്കിടുന്ന ബിസിനസിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി നടത്തിയ ശേഷം പിന്നീടാണ് വിദേശ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകൾ എന്ന പുത്തൻ ആശയങ്ങളിലേക്ക് യൂസഫ് അലി വഴിമാറുന്നത്. 1989 ദുബായിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ യൂസഫ് അലി ഇത് വിജയിച്ചതിനെ തുടർന്ന് അബുദാബിയിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ ശ്രമം നടത്തി. പുതിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. പലരും ബിസിനസ് അവസാനിപ്പിച്ച് നാടുവിട്ടു. എന്നാൽ താൻ അതുവരെ സമ്പാദിച്ചതെല്ലാം ഇട്ടെറിഞ്ഞ് ഭയന്നോടാൻ യൂസഫ് അലി ഒരുക്കമായിരുന്നില്ല. അദ്ദേഹം പ്രതിസന്ധികൾക്കിടയിലും ബിസിനസ് തുടരുന്നതിനെ പറ്റി ചിന്തിച്ചു. ഇത് ഒരു പത്രത്തിലെ പ്രാദേശിക ലേഖകൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇത് കാണാനിടയായ UAE ഭരണാധികാരി യൂസഫ് അലിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. മറ്റുള്ളവർ എല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ യൂസഫ് അലി പോവാത്തത് എന്താണെന്നായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. തനിക്ക് എല്ലാം തന്ന രാജ്യത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവിടം വിട്ടു പോവാൻ തന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ലെന്നായിരുന്നു യൂസഫ് അലിയുടെ മറുപടി. വലിയ ഉയർച്ചയുടെ തുടക്കം ആ സത്യസന്ധതയുടെയും ധൈര്യത്തിന്റെയും പ്രതിഫലമായി മാറാൻ താമസമെടുത്തില്ല. അബുദാബിയിൽ മാൾ നിർമ്മിക്കാനുള്ള 40 ഏക്കർ ഭൂമിയടക്കം നിരവധി പദ്ധതികൾക്ക് രാജകുടുംബം അദ്ദേഹത്തിന് ഭൂമി നൽകി. 1990 കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ ലുലു ശൃംഖല വളർച്ച പ്രകടമാക്കാൻ തുടങ്ങി. പടിപടിയായി ബിസിനസ് വർദ്ധിപ്പിക്കാനാണ് യൂസഫ് അലി ശ്രദ്ധിച്ചത്. പല വ്യഞ്ജനങ്ങൾക്കിടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകളിലേക്കും ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും മാളുകളിലേക്കും കൺവെൻഷൻ സെന്ററുകളിലേക്കും ക്രമാനുഗതമായ വളർച്ചയാണ് ഉണ്ടായത്. ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ ലുലുവിന് ബിസിനസ് സാന്നിധ്യമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്കാണ് ലുലു ഗ്രൂപ്പ് തൊഴിൽ നൽകുന്നത്. റീറ്റെയിൽ മേഖലയ്ക്ക് പുറമെ ഭക്ഷ്യ സംസ്കരണം, ഹോൾസെയിൽ, കയറ്റുമതി, ഇറക്കുമതി, ഷിപ്പിംഗ്, IT, ഹോട്ടൽ, ട്രാവൽ ആൻഡ് ടൂറിസം തുടങ്ങി നിരവധി മേഖലകളിൽ ഗ്രൂപ്പിന് ബിസിനസ് സാന്നിധ്യമുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം 5 More Stories. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.